നമ്മുടെ എല്ലാവരുടെയും ഏറെ ബഹുമാന്യനായ ഇന്ത്യ രാജ്യത്തിന് നയിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാന സേവകനായ നരേന്ദ്രമോദിജിയും ഇവിടെ വന്ന വേദിയിലും സദസ്സുമുള്ള എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വാഗതം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരുടെയും പേരിൽ ഇത് എൻ്റെ ആദ്യത്തെ യോഗമാണ്, ഒരു മഹായോഗമാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു. മോദിജി, आपके सामने जो लोग बैठे हैं उसी तरह दूसरे उधर भी और दूसरे हाथ में भी इतने ही लोग बैठे हैं आपको सुनने के लिए आए हैं एनडीए के सब प्रवर्तक. തുടക്കത്തിൽ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ പ്രധാനമന്ത്രിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷുകാർ തന്ന പേര് കേരള, അതിനെ മാറ്റി കേരളം എന്നതാക്കിയത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലമായി. ഇതിനു മുമ്പ് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം ഇത് ചെയ്യാൻ ചെയ്തില്ല. നരേന്ദ്രമോദിജിയാണ് ഇന്ന് കേരള എന്ന പേരിൽ മാറ്റി കേരളം ആക്കിയത്. അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. मोदी जी, आपको हम सब धन्यवाद बोलना चाहते हैं कि आपने हमारे स्टेट का नाम केरल से केरलम बनाया है. ये हमारे हिस्ट्री, हमारे संस्कार और हमारे मूल्यों से अलाइंड नाम है और हम हमको धन्यवाद देते हैं. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിനെ കേൾക്കാനാണ്. പക്ഷേ ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. സാബുജി പറഞ്ഞ പോലെ 70 കൊല്ലം മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM നാടിനെ നശിപ്പിച്ചിരിക്കുന്നു. ഇത് ഈ പ്രക്രിയ തുടങ്ങിയത് കഴിഞ്ഞ 10 കൊല്ലമൊന്നല്ല, ഇതിന് മുമ്പ് തുടങ്ങിയതാണ്. മതിയായി എന്നാണ് ജനങ്ങളിപ്പോൾ പറയുന്നത്. മതിയായി UDF, മതിയായി കോൺഗ്രസ്. ഇവര് രണ്ടുപേരും ശബരിമല കൊള്ളയാണോ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയമാണോ, അഴിമതി രാഷ്ട്രീയമാണോ, ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്നവരാണ്? രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. UDF-ഉം LDF-ഉം രണ്ടല്ല ഒന്നാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്ന 2 പാർട്ടികളാണ്. ഇനി വരാൻ പോകുന്ന കാലം നാടിന് വേണ്ടി നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഏത് ദശയിലാണ് നമ്മുടെ നാട് പോകേണ്ടത്? വികസിത കേരളം സൃഷ്ടിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അവസാനം ഞാൻ കൂടുതൽ പറയുന്നില്ല. അവസാനം ഞാൻ ഇത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ വികസനം ചെയ്തു കൊടുക്കാനും ചെയ്യാൻ താല്പര്യവും കഴിവുള്ളത് നരേന്ദ്രമോദിജി നയിക്കുന്ന BJP NDA ആണ്. ഈ നാടിലെ വിശ്വാസികളെ സംരക്ഷിക്കാൻ NDA BJP നരേന്ദ്രമോദി നയിക്കുന്ന BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തീവ്രവാദ സംഘടനയെ പുറത്താക്കി വെക്കാനും നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. ആലോചിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പ് നാടിന്റെ ദശയും തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ജനങ്ങൾ ആലോചിക്കണം. NDAനെ സർക്കാരിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി.